ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് വചനം പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ചുണക്കുട്ടികളാകണം. ചുണക്കുട്ടികളായിരിക്കേണ്ട ക്രിസ്ത്യാനികൾ. ചില കൊളോക്കിയൽ യൂസേജൊക്കെ ഉണ്ട്. മണഗുണാഞ്ചരാവുക, അല്ലെ മണ്ണുണ്ണിയാവുക. ചുണക്കുട്ടികളായിരിക്കേണ്ട ക്രിസ്ത്യാനികൾ മണ്ണുണ്ണികളായാൽ എങ്ങനെയിരിക്കും? ഇത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ? ഒരു ചുണക്കുട്ടിയായ ക്രിസ്ത്യാനിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? എൻ്റെ ചെറുപ്പകാലത്തെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. മീൻ പിടിക്കാൻ പോകും. പല ടൈപ്പ് മീൻ നമുക്കറിയാമല്ലോ. ചില വരാലൊക്കെ കൈ കിട്ടിയെന്ന് ഓർക്കും, അത് പിന്നെ തെന്നിപ്പോവും. കാര്യമൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ നമുക്കിട്ട് കുത്തു തന്നിട്ട് പോകും. അതിൻ്റെ വേദന ചിലപ്പോൾ അസഹനീയമാണ്. വേറൊരു വെറൈറ്റി മീനുണ്ട്, കല്ലേമുട്ടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കാൻ പാടില്ല. അത് എവിടെയെങ്കിലും ചെന്ന് മുട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അവിടെ കല്ലേമുട്ടി. ചിലരുടെ ഈ തണുപ്പൻ സ്വഭാവം പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ചിലർ കമൻറ്റ് പറയാറുണ്ട്, പിന്നെ ഈ മീമെല്ലാം കഴിച്ചിട്ടാണ് ഇങ്ങനെയായത്. ഇത് പറഞ്ഞാൽ നമ്മളിൽ നിന്നും മറ്റുള്ളവർ, പ്രത്യേകിച്ച് വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചുണക്കുട്ടികളായിരിക്കണം. ഏത് കാര്യത്തിലും നമ്മൾ ഊർജ്ജസ്വലതയോടെ നിൽക്കണം. കുറച്ച് വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി ഇപ്പോൾ നമ്മുടെ ജീവിതം ഒരു തണുപ്പ് മട്ടിലാണ് പോകുന്നത് എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആത്മീയമായിട്ടുള്ള ചൂട് പകരാൻ സാധിക്കണം. അങ്ങനെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. മത്തായി 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനഭാഗം. അവിടെ നമ്മൾ കാണുന്നു ഒരു 5 സ്ത്രീകളുടെ പേര് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ വംശാവലിയിൽ. അതിൽ താമാറുണ്ട്, റാഹാബുണ്ട്, റൂത്തുണ്ട്, ബത്ശിബായുണ്ട്, മറിയമുണ്ട്. ഇവരെല്ലാം ഒരേ സ്വഭാവക്കാരല്ല, വ്യത്യസ്ത സ്വഭാവക്കാർ. പാപികളായിരുന്ന വ്യക്തികൾ, പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാവുന്ന വ്യക്തികൾ പോലും ഉണ്ട്. എന്താണ് ഇതിൻ്റെ കാതലായ സന്ദേശം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഈ പല സ്വഭാവക്കാരെ ഈ വംശാവലിയിൽ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു വലിയ സന്ദേശം, ദൈവം നമുക്കായി കൊണ്ടുവന്നിരിക്കുന്ന രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഓൾ ഇൻക്ലൂസീവ് എന്ന് പറയും. നമുക്കറിയാമല്ലോ, നമ്മൾ സുവിശേഷങ്ങളാണെങ്കിലും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് മഴ പെയ്യിക്കുമ്പോൾ ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ അത് പെയ്യിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സന്ദേശം വിശ്വാസത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയാനും ജീവിതം മാറ്റേണ്ടതുപോലെ മാറ്റാനും തയ്യാറാകുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷ പ്രാപിക്കാൻ പറ്റും, സ്വർഗത്തിൽ പോകാൻ പറ്റും. ആ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോലന്മാരുടെ കാര്യം നോക്കിയാലോ. പത്രോസ് മുക്കുവനായിരുന്നു. അതുപോലെ തന്നെ സബദി പുത്രന്മാർ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ, യാക്കോബും യോഹന്നാനും അങ്ങനെ അറിയപ്പെട്ടിരുന്നത്. മത്തായിയോ ചുങ്കക്കാരൻ, ശിമയോനോ തീവ്രവാദി, യൂദാസ് ഒറ്റുകാരനായി മാറിയവൻ. ഈ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, വെറൈറ്റി ബ്രിങ്സ് ബ്യൂട്ടി. എന്ന് പറഞ്ഞ പോലെ ഈ വ്യത്യസ്ത സ്വഭാവക്കാരെ ദൈവം ഒരുമിച്ച് കൂട്ടി അവരെ കോർത്തിണക്കി മുമ്പോട്ട് പോയതാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് നമ്മൾ പറയേണ്ടി വരും. മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ പറ്റുന്നൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ അതേ സ്വഭാവക്കാരല്ലെങ്കിൽ നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ വലിയ പാടാണ്. ഇനി അവർ നമ്മെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നമുക്ക് വേണമെങ്കിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് പോലത്തെ അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. അത് മാറണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വിശാല ഹൃദയമുള്ളവരായിട്ട് മാറണം. ആത്മീയ പക്വത പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, ക്രിസ്ത്യാനികൾ ചുണക്കുട്ടികളായിരിക്കണം. ഒരു മണഗുണാഞ്ചൻ സ്വഭാവം അവർക്ക് ചേർന്നതല്ല എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
റോമ 12:11 പറഞ്ഞിരിക്കുന്നത് എന്താ? തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാം. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ ആത്മാവിൽ ജ്വലിക്കുന്നവരായിരിക്കണം. വെളിപാട് 3:19 പറഞ്ഞിരിക്കുന്നത്, തീഷ്ണതയില്ലാത്ത വ്യക്തിയാണോ നീ? അനുദപിച്ച് തീഷ്ണതയുള്ള വ്യക്തിയായിട്ട് നീ മാറണം. വെളിപാട് 2:4 കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം എവിടെ പോയി? അനുദപിച്ച് ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുണക്കുട്ടികളായിട്ട്, ആത്മീയതയിൽ ചുണക്കുട്ടികളായിട്ട് നമ്മൾ മാറണം. 1 കൊരിന്തോസ് 10:12 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് ഞാനിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു, അങ്ങനെ എല്ലാം സുരക്ഷിതമെന്ന് ചിന്തിക്കുമ്പോഴായിരിക്കാം ഏതെങ്കിലും അനർത്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. മത്തായി 24:12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധർമ്മം വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ സ്നേഹം തണുത്തു പോവുക. വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. വിലാപങ്ങൾ 4 ആദ്യ വചനം എടുത്താൽ അവിടെ ചോദിച്ചിട്ടുണ്ട്, സ്വർണത്തിന് പോലും മങ്ങൽ വരാം, തങ്കത്തിന് മങ്ങൽ വരാം എന്ന് പറഞ്ഞ പോലെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് നയിക്കുന്നില്ലെങ്കിൽ അവിടെ മങ്ങൽ വരാം എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് 2 തീമോത്തി 1:6 വായിച്ചാൽ, എൻ്റെ കൈവപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. ഈ ഒരു വീണ്ടും ജ്വലനം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ചുണക്കുട്ടികളാകണമെങ്കിൽ ദൈവത്തിന് ഒരു റോളുണ്ട്, അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. ജോഷുവ 1:5-9 വരെ വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, നീ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശക്തനും ധീരനുമായിരിക്കാൻ നിനക്ക് പറ്റും. കർത്താവ് പറയാണ്, നീ ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, ആയുഷ്കാലത്ത് ആരും നിന്നെ തോൽപ്പിക്കില്ല. മർക്കോസ് 16:14 മുതൽ ലൂക്ക 10:19-20 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് ദൈവിക സംരക്ഷണമുണ്ടെങ്കിൽ ഒന്നും നമ്മെ ഉപദ്രവിക്കില്ല എന്നുള്ളത് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നിയമാവർത്തനം 31:6 മുതൽ വായിച്ചാൽ വീണ്ടും കർത്താവ് പറയുന്നൊരു കാര്യം, ശക്തനും ധീരനുമായിരിക്കുക, നീ ഭയപ്പെടേണ്ട, ഭയം നിന്നെ ഗ്രസിക്കേണ്ട ഒരു കാര്യവുമില്ല. യെശയ്യാ 43:1 മുതൽ വായിച്ചാലും അവിടെയും പറഞ്ഞിരിക്കുന്നത്, ശക്തനായവൻ നിന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല. ഈ ഒരു അഭിഷേകം ഏറ്റെടുത്ത് ആ ഒരു ധൈര്യത്തോടു കൂടി ചുണക്കുട്ടികളായി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ആഗ്രഹിച്ച് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.